2025 പ്രത്യാശയുടെ ജൂബിലി വർഷ സമാപന ആഹ്വാനം നൽകി കത്തോലിക്ക സഭ. 2024 ഡിസംബർ 24 കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്ന പ്രത്യാശയുടെ ജൂബിലി കവാടങ്ങൾ 2025 ജനുവരി 6 ലെയോ 14 പാപ്പ അടയ്ക്കുന്നതോടെ കത്തോലിക്ക സഭയിൽ പ്രത്യാശയുടെ ജൂബിലി വർഷാചരണം ഔദ്യോഗികമായി അവസാനിക്കും. പ്രത്യാശയുടെ ജൂബിലി വർഷ സമാപനത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ 30 ദശലക്ഷത്തോളം ക്രൈസ്തവ വിശ്വാസികളാണ് പ്രത്യാശയുടെ കവാടത്തിലൂടെ കടന്ന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ചത്. ഡിസംബർ 25 വൈകുന്നേരം 6 മണിക്ക് സെന്റ് മേരി മേജർ ബസിലിക്കയിലെ വിശുദ്ധ കവാടം ആദ്യം അടയ്ക്കും. തുടർന്ന് കർദിനാൾ റോളൻഡാഡ് മാക്രിക്കാസ് ദിവ്യബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. ഡിസംബർ 27 രാവിലെ 11 മണിക്ക് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലെ കവാടം അടയ്ക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ ബാൽദസാരെ റെയ്ന അധ്യക്ഷത വഹിക്കും. ഡിസംബർ 28 രാവിലെ 10 മണിക്ക് സെന്റ് പോൾ ഔട്ട്സൈഡ് ദി വോൾസിലെ തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ ജെയിംസ് മൈക്കിൾ ഹാർവി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന്റെ സമാപന ദിനമായ 2026 ജനുവരി 6 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എപ്പിഫാനി ആഘോഷവും 2033 സമാപന ജൂബിലി ദിവ്യബലി അർപ്പിക്കുവാൻ തീർത്ഥാടകരെ ക്ഷണിച്ചുകൊണ്ട് ലെയോ 14 പാപ്പ അവസാനത്തെ വിശുദ്ധ കവാടവും അടയ്ക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ റിബിബിയ ജയിലിലെ തടവുകാർക്കുള്ള പ്രത്യാശയുടെ അടയാളമായി പ്രത്യേകം തുറന്ന വിശുദ്ധ കവാടം അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. മനുഷ്യരക്ഷയുടെ മഹാജൂബിലി വിശുദ്ധവർഷമായ 2033 ഇനി ഈ കവാടങ്ങൾ തുറക്കുക. അതുവരെ ഈ വാതിലുകൾ അടഞ്ഞുകിടക്കും. കൃപയുടെ ശക്തമായൊരു യാത്ര അവസാനിക്കുകയാണ്. പക്ഷേ പ്രത്യാശ തുടരുന്നുവെന്നും വത്തിക്കാൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.